അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിന്നർ ക്ലബ്ബ് നമ്മുടെ ഗുരുവായൂരിലുണ്ട് എന്ന് അറിയുന്നത് തന്നെ, അല്ലെങ്കിൽ എനിക്ക് പറയാൻ തന്നെ ഒരു അഭിമാനമുണ്ട്. അത്തരം ഒരു ക്ലബ്ബ് ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാംസുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ക്ലബ്ബ് അതിൻ്റെ ഒരു ന്യൂ ഇയർ ആഘോഷത്തിലാണ് നമ്മളെ പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് വന്നിട്ട് ഒരു 2-3 കുറച്ച് നേരെ അദ്ദേഹം പ്രസംഗിച്ചുള്ളെങ്കിലും സാധാരണ ന്യൂ ഇയറൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് ഹായ് ഹൂയ് ഹൂയ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മളെ ഹൃദയത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതും നിങ്ങൾ ഹൃദയത്തിൽ മഥനം ചെയ്ത് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള 2-3 വാചകങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളണം. ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പോക്ക് നമ്മൾ എങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലയോ, അത്തരത്തിലേക്കുള്ള നമ്മുടെ ഒരു നാടിൻ്റെ പോക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്ലബ്ബാണ് ഇതെങ്കിൽ അത്തരത്തിലുള്ള ആ വാക്കുകൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഒരു പാഠപുസ്തകമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ മഥനം ചെയ്യേണ്ടതാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വിഷ്വൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുകയാണ്. തീർച്ചയായിട്ടും ഭയം തോന്നുകയാണ്. ഓരോ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അത് വകതിരിച്ച് നീ അതല്ലേ നീ ഇതല്ലേ, നമ്മൾ ഒന്നിക്കണ്ടേ, പരസ്പരം കാണുമ്പോൾ മിണ്ടണ്ടേ, സ്നേഹിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു സ്പർദ്ധ നമ്മളെ ഈ പുതിയ തലമുറയിലേക്ക് അവരുടെ ചിന്തയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഞാനും ഗ്ലാഡ്വിനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പേരക്കയോ ഒരു പച്ചമാങ്ങയോ കിട്ടിയാൽ അത് പരസ്പരം കടിച്ച് പങ്കുവെക്കുന്ന തുപ്പലോടുകൂടി ആ ഒരു സൗഹൃദം പങ്കുവെക്കുന്ന, ഞാനൊരു ഹിന്ദുവാണെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. എനിക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഗ്ലാഡ്വിൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ അദ്ദേഹം എന്താണെന്ന് അറിയില്ല, പക്ഷെ അതൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്, ഒരു മുസ്ലിം, ഒരു റഹീം അല്ലേ, അഷ്റഫ്, പാട്ടുകാരൻ അഷ്റഫ്, ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരു പച്ചമാങ്ങയോ പേരക്കയോ കയ്യിൽ കിട്ടിയാൽ അത് പരസ്പരം കടിച്ച് ആ തുപ്പലോടുകൂടി പരസ്പരം സൗഹൃദം പങ്കുവച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പേരിൻ്റെ പേരിൽ പോലും വേർതിരിച്ച് കാണുന്ന ചർച്ചകളാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു, ഭയം തോന്നുന്നു. നമ്മുടെ മക്കളൊക്കെ, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു ജാതിയും മതവും കൽപ്പിച്ചിട്ടില്ല. അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പോലും ആ കോളം ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക്